ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്കെല്ലാം ഉള്ള ഒരു ഡൗട്ടാണ് ഷോർട്സ് വീഡിയോസ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ഏത് തരത്തിലുള്ള കണ്ടന്റാണ് ചെയ്യേണ്ടത്. ലോങ് വീഡിയോസ് ചെയ്താലാണോ അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോസ് ചെയ്താലാണോ കൂടുതലായി റവന്യൂ എല്ലാം ലഭിക്കുക. ഇത്തരത്തിൽ ആദ്യം ഏത് കാറ്റഗറിയിലേക്ക് വേണം നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് എന്നെല്ലാം പലർക്കും ഡൗട്ടെല്ലാം വരാം. അതുപോലെ ഇതിൽ നിന്നും ഏതിലാണ് കൂടുതൽ റവന്യൂ എല്ലാം വരിക, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഷോർട്സ് വീഡിയോസ് ആയാലും ലോങ് വീഡിയോസ് ആയാലും അതിൻ്റെതായ പ്രാധാന്യമെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട്. ഷോർട്സ് വീഡിയോസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് അതുപോലെ നല്ല രീതിയിലുള്ള വ്യൂസ് എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരാനെല്ലാം സാധിക്കും. അതുപോലെ നിങ്ങൾ ലോങ് വീഡിയോസ് എല്ലാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ റവന്യൂവിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോങ് വീഡിയോസ് ആണ് റവന്യൂ എല്ലാം കൂടുന്നതിന് സഹായിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് കൂടുതൽ പരസ്യങ്ങളെല്ലാം തന്നെ ഈ ലോങ് വീഡിയോസിൽ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതിലെല്ലാം തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ എൻഡിൽ ഇങ്ങനെയെല്ലാം തന്നെ അഡ്വർടൈസ്മെന്റ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ എല്ലാമാണ് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ മിഡ് റോൾ ആഡ്സ് കൂടി നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് കൂടുതൽ ആഡ്സ് എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഷോർട്സ് വീഡിയോസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാട് ഷോർട്സ് നമ്മൾ സ്വൈപ്പ് ചെയ്തു പോകുന്നതിനിടയിൽ മാത്രമാണ് ഒരു ആഡ് എല്ലാം വരുന്നത്. ഈ ഒരു റവന്യൂ ഇത് നമുക്ക് ഇത്തരത്തിൽ 5 വീഡിയോ എല്ലാം പ്ലേ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു 5 വീഡിയോയുടെ അവരുടെ ക്രിയേറ്റേഴ്സിനെ എല്ലാം കൂടി ഷെയർ ചെയ്യുകയെല്ലാമാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ റവന്യൂ എല്ലാം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായി ലോങ് വീഡിയോസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ ഇത്തരത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ മെമ്പർഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. അതുപോലെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. സൂപ്പർ താങ്ക്സ്, സൂപ്പർ ചാറ്റ്, ഇങ്ങനെയെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലേക്ക് വരുമാനം എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ എല്ലാം കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം, അതുപോലെ നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക്സ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലിങ്കിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള കമ്മീഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനമെല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങി അതിൽ നിന്നും വരുമാനമെല്ലാം നേടുക, ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്